കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാല് ഇൻസ്റ്റഗ്രാം എപ്പോഴും യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ കുറെ പെൺപിള്ളേര് ഇനി മുതൽ ഞാൻ CJP പാർട്ടിയാണ്. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ ഒരു പാർട്ടി ഉണ്ട് ഇതിന്റെ അകത്ത്. പിന്നെ ഞാനിങ്ങനെ നോക്കി വന്നപ്പോഴാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് കാണുന്നത്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ച എന്താണ്, ഓക്കെ ഇത് പിള്ളേര് ഫേക്ക് ആയിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സാധനമായിരിക്കും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ പേരിൽ ഇന്നലെയൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നം നടന്ന് അക്കൗണ്ട് ഒക്കെ പൂട്ടിയെന്നോ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്താ ഈ കോക്രോച്ച് ജനതാ പാർട്ടി? ആദ്യമേ തന്നെ നമുക്ക്, അതായത് മെയ് 15-ാം തീയതി നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു പരാമർശം നടത്തി. അദ്ദേഹം നടത്തിയ പരാമർശം ഇത്രയേ ഉള്ളൂ: തൊഴിലില്ലാത്ത യുവാക്കൾ പാറ്റകളെ പോലെയാണെന്ന് നടത്തി. അത് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് എക്സ്പ്ലെയിൻ കൊടുത്തത്. ശരിയാണ്, ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ യുവാക്കളെ അപമാനിച്ചു എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ എല്ലാവർക്കും വരും. അതിന്റെ പേരിൽ ആ ഒരു അമർഷത്തിൽ തുടങ്ങിയ ഒരു പാർട്ടിയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. പക്ഷെ അങ്ങനെയാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ശ്രീപ്രിയനെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പരാമർശം നടത്തിയതിന്റെ പേരിൽ ഒരു ഒറ്റ സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു പാർട്ടി ഫോം ചെയ്യാൻ പറ്റും? ഫോം ചെയ്തു എന്ന് മാത്രമല്ല, എത്രയോ മില്യൺസ് ഫോളോവേഴ്സ് ആണ്. അവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഇപ്പൊ ഇങ്ങനെ ഫോം ചെയ്ത മാത്രമല്ല, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും PR വർക്കാ. അതെ, അതായത് പരസ്പരം കാണാത്ത ആളുകൾ, പല കോണുകളിൽ ഇരിക്കുന്ന ആളുകൾ പെട്ടെന്ന് സംഘടിച്ച് ഇത്ര മില്യൺസ് പെട്ടെന്നായ ഒരു പാർട്ടിയാണ്. ഇതിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ സ്ഥാപകൻ എന്ന് പറയുന്നത് അഭിജിത്ത് ദീപ്കെ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അതിനെപ്പറ്റി നമുക്ക് ഇപ്പം വരാം. അത് ആദ്യമേ തന്നെ നമുക്ക് ഇതിന്റെ ഫണ്ടിന്റെ കാര്യം, അതായത് PR വർക്ക് നടത്താനായിട്ടും ഇതിലെ ഫോളോവേഴ്സ് നോക്കിയാൽ ചാറ്റ് ബോട്ട്സ് ആണ് ഇതിന്റെ ഫോളോവേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് നമുക്കറിയാം, ഫോളോവേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്നതാണല്ലോ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അൽഗോരിതം, അതായത് പുഷിംഗ് ഉണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഒരു അൽഗോരിതം ഉണ്ട്. ആ അൽഗോരിതം പുഷിംഗ് വെച്ചിട്ടാണ് ഇത് ഭയങ്കര അടിച്ചത്. ഇതെല്ലാം ഫോം ചെയ്യാനായിട്ട് ഫണ്ട് വേണം. ഈ ഫണ്ട് ഈ അഭിജിത്ത് ദീപ്കയ്ക്ക് മാത്രം കിട്ടുമോ? ഇല്ല. ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരാളുടെ അക്കൗണ്ട് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ 500 രൂപ കൊടുത്താലാണ് 500 ഫോളോവേഴ്സിനെങ്കിലും കിട്ടുള്ളൂ. അതേപോലെ ഇപ്പൊ ഇത്രയും ബില്യൺസ്, എനിക്ക് തോന്നുന്നു ഒരു 5 മില്യണിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു പാർട്ടിയാണ് അത്. ഇപ്പൊ മോദിജിയുടെയും അതുപോലെ തന്നെ ഈ കമ്പാരിസൺ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോ അതിലെനിക്ക് തോന്നുന്നു കറക്റ്റ് ആയിട്ട് ഓർക്കണില്ല, 5 ഞാൻ ഇന്നലെ നോക്കിക്കഴിഞ്ഞപ്പോ 7 മില്യൺസ് ഉണ്ടായിരുന്നു. 7 മില്യൺസ് 8 മില്യൺസിന് കമ്പാരിസൺ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കോൺഗ്രസിന്റെ പാർട്ടിനേക്കാൾ കൂടുതലും BJP പാർട്ടിന്റെ പേജിനേക്കാൾ കൂടുതലും കുതിച്ചു പായുകയാണ്. ഞാനിത് നോട്ട് ഇൻട്രസ്റ്റ് അടിച്ച് കൊടുത്തിട്ടും എനിക്ക് പിന്നെയും നീ ഇത് കണ്ടിട്ട് പോയാൽ മതി എന്ന് തന്നെ എനിക്ക് വന്നേക്കാം. അത് വെച്ചിട്ടാണ് ഞാൻ ഈ സംഭവം പറയാൻ നിൽക്കുന്നത്. ഇനി നമുക്ക് അഭിജിത്ത് ദീപ്കെ ആരാന്ന് തന്നെ തുടങ്ങാം. അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്നത് നമുക്കൊരു ആം ആദ്മി പാർട്ടി നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ആ ആം ആദ്മി പാർട്ടിയുടെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അഭിജിത്ത് ദീപ്കെ. മാത്രവുമല്ല 2020 ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയ കോർഡിനേറ്റ് ചെയ്ത വ്യക്തി കൂടിയാണ് ഇയാള്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് അറിയാം എങ്ങനെ എന്തൊക്കെ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സംഭവം ഇയാൾക്ക് ഉണ്ട്, അതായത് കണക്ഷൻസ് ഉണ്ട്. മാത്രമല്ല ഇയാൾ പറയുന്നതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ധ്രുവരത്തിയാണ്. ധ്രുവരത്തി നമുക്ക് അറിയാം ആരുടെ ആളാണെന്നുള്ളത്. ഒരു ഷെഫേർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഇതിങ്ങനെ ഫോം ചെയ്തേക്കുന്ന ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറഞ്ഞ ഒരാള് US അവിടെ പഠിക്കാൻ പോയേക്കുവാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഇയാൾ ഈ ചരട് വലിക്കുന്നത്. എല്ലാം അവിശ്വസനീയമായ കാര്യം തന്നെയാണ്. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു പാർട്ടി ഫോം ചെയ്യുക. കേരളത്തിലും അത് ഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല അത് അക്കൗണ്ടിൽ അത് കളയേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ പൊളിറ്റിക്കൽ ത്രെഡ്നെസ് ഉണ്ട്, നമ്മുടെ രാജ്യത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻസി കലാപം പൊട്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് നമുക്ക് തന്നെ അറിയാം. ജമ്മു കാശ്മീരിൽ ജെൻസി കലാപത്തിന് ആഹ്വാനം ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ട് പോയി പിള്ളേര് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. വിത്തിൻ സെക്കൻഡ് പിള്ളേർ അടിച്ചങ്ങ് ഓടിച്ചു. നേപ്പാളില് ജെൻസി കലാപം ഭയങ്കര കൊട്ടിഘോഷ. പക്ഷെ ഇത് ഇന്ത്യയാണ്. ഇവിടെ അങ്ങനെ കണ്ടവന് വന്ന് നിരങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ സുരക്ഷ അത്രയും നമുക്കതാണ്. പക്ഷെ ഇവർക്ക് നമ്മുടെ സുരക്ഷയൊക്കെ ഇവര് തരം താഴ്ത്തി കളയും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ 15 മില്യൺ ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി പ്രക്ഷോഭിച്ച സുരക്ഷ എന്തായിരിക്കും? അതുകൊണ്ട് തന്നെയാണ് ഈ അക്കൗണ്ട് കെട്ടിപ്പൂട്ടിച്ച് കളഞ്ഞത്. എന്നിട്ട് തിരിച്ചൊരു അക്കൗണ്ട് രണ്ടാമത് എടുത്തിട്ട് ഞങ്ങൾ തിരുമ്പി വന്നിട്ടേ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. കൂടുതൽ ഈ പാറ്റകളുടെ ശല്യം വീട്ടില് പാറ്റ ശല്യം വന്ന സാധാരണ എന്താ ചെയ്യുക? അടിച്ചു കൊല്ലും. ചൂലെടുക്കും അല്ലെങ്കിൽ ഹിറ്റ് അടിക്കും. കുറച്ച് മുന്തി എണ്ണാണെങ്കിൽ മുന്തി എണ്ണത്തിന് നമ്മൾ അടിച്ചു കൊടുക്കും. ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ ഏറ്റവും വലിയ ഇവിടെ മാനിഫെസ്റ്റോ എന്തൊക്കെയാണെന്നറിയാം? അതായത് ആദ്യത്തെ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസിന് രാജ്യസഭ സീറ്റ് കൊടുക്കും. അതങ്ങ് നിർത്തിക്കളയും. എന്നിട്ട് പകരം ഇവർ ആരെ കൊടുക്കും? ഈ 24 മണിക്കൂറും തൊഴിലില്ലാതെ ഈ സ്ക്രോൾ ചെയ്യുന്നവർക്ക് കൊടുക്കും. ഇനി രണ്ടാമത്തത്
വോട്ടുകളിൽ എന്തെങ്കിലും വോട്ട് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കെതിരെ UAPA ചുമത്തി കേസെടുക്കുന്ന പറഞ്ഞത്. ആക്ച്വലി UAPA എന്താണെന്ന് ഇവർക്ക് അറിയില്ല. UAPA എന്താണെന്നും അതിന്റെ വകുപ്പ് എന്താണെന്നും അറിയാത്ത ഒരാളുകളാണ്. ഇനി അവർക്ക് സമയമുണ്ട്, കാരണം 24 മണിക്കൂർ 48 മണിക്കൂറൊക്കെ ചുമ്മാ വരുന്ന നോക്കിയിരുന്നാൽ മതി. ഇനി മൂന്നാമത്തെ ഒരു കാര്യം നമുക്ക് എല്ലാ മാനിഫെസ്റ്റോ എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദാനിക്കും അംബാനിക്കും എതിരെ എപ്പോഴും സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഇന്ത്യയിലുള്ളൂ, അത് നമ്മുടെ രാഹുൽ ഗാന്ധിയാണ്. അയാളുടെ ശബ്ദം തന്നെയാണ് ഇവരുടെ ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദാനിയുടെയും അംബാനിയുടെയും ഉടമസ്ഥതയിലുള്ള മാധ്യമ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കും. എന്താ അവരുടെ മാത്രം റദ്ദാക്കുന്നത്, ബാക്കി ആരുടെ ആക്കണ്ടേ? അപ്പോ ചേട്ടന്റെയും എന്റെയും ശബ്ദം ഒരേപോലെയാണ് എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം രാഹുൽ ഗാന്ധിക്ക് ഈ ഇടയ്ക്കായിട്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ മാധ്യമങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനങ്ങളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു. അതിന്റെ രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്ന്, നമ്മുടെ ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഇന്ത്യക്കുള്ളിൽ തന്നെ ശത്രുക്കളുണ്ട്. അത് അപ്പോ പറയണം, നാട്ടുകാരുടെ മുമ്പിൽ അറിയിക്കണം. പ്രതിപക്ഷ നേതാവായി എനിക്ക് ഭയങ്കര ആകുലതയുണ്ട്, ഇന്ത്യ വളരെ കുഴപ്പത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ സത്യത്തെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇന്ത്യയിലെ കുഴപ്പക്കാർ ആരൊക്കെയാന്നുള്ളത്. ഈ ധ്രുവരത്തി പോലെയുള്ള ആളുകളെല്ലാം ഇതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഫോളോവേഴ്സ് എടുത്ത് നോക്കി അറിയാം. ബംഗ്ലാദേശികളും പാകിസ്ഥാനികളാണ് അതിലെ ഫോളോവേഴ്സ്, ഈ പാർട്ടിയുടെ ഫോളോവേഴ്സ്. പക്ഷെ 9% മാത്രമേ ഇന്ത്യയിലുള്ള ആളുകളുള്ളൂ, പിന്നെ എല്ലാം ചാറ്റ് ബോട്ട്സാ. എന്നിട്ടാണ് അതിനെതിരെ സംസാരിക്കുന്നവരെയൊക്കെ ഇവർ പറയുന്നത്. അപ്പൊ മോദിക്ക് 15 മില്യൺ കിട്ടിയത് ഇങ്ങനെയാണോ? മോദിക്ക് എങ്ങനെയാണോ 15 മില്യൺ കിട്ടിയതെന്നുള്ളത് കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ തന്നെ വാർത്തയായതാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി നരേന്ദ്രമോദി ആണെന്ന് പറഞ്ഞ് ഒരു വാർത്തയായതാണ്. അത് അദ്ദേഹം ഇങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അവർ അത് നോക്കട്ടെ, അവർ തെളിയിക്കട്ടെ, അത്രയല്ലേ ഉള്ളൂ. അല്ലെ, ഇത് പിന്നെ എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. നമ്മൾ ഒരു ദിവസം ഒരു അയൽക്കൂട്ടം ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന പോലെ ചെയ്ത വല്ല കാര്യമുണ്ടോ? അപ്പൊ ഈ CJP എന്നൊരു പാർട്ടി ഫോം ചെയ്തും പോരാനിട്ട് ഇത്രയും കുറ്റങ്ങൾ അതിലുണ്ട്. കൃത്യമായിട്ടുള്ള മാനിഫെസ്റ്റോസ് ഇതൊക്കെയാണ്. ഈ മാനിഫെസ്റ്റോസ് എന്നൊക്കെ പറയുന്നത് പക്ക നമുക്കൊന്ന് ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പൊട്ടത്തരങ്ങളുടെ അങ്ങേയറ്റമാണെന്നുള്ളത്. മാത്രവുമല്ല, ഈ ഇങ്ങനെയുള്ള ഈ ഒരു അതിനെ ചൂലെടുക്കണോ ഹിറ്റ് എടുക്കണോ എന്നുള്ളത് ഇനി ഇവിടുത്തെ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിക്കും. കാരണം പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും പൂട്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാർട്ടിക്ക് നിലനിൽപ്പ് ഇവിടെ കൊടുക്കത്തില്ല. ഇനി ഇതിന്റെ പേരിലായിരിക്കും കുറെ എണ്ണങ്ങള് തെരുവിലിറങ്ങാൻ പോകുന്നത്. കാരണം ഇവിടെയുള്ള ഫ്രെഡി വി ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്. നമ്മുടെ കേരള സ്റ്റോറി തടയാനായിട്ട് ഹർജി കൊടുത്ത പുള്ളിക്കാരനായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ ഇതിൽ മെമ്പർഷിപ്പാണ്. ഐ ആം പ്രൗഡ് ഓഫ് യു എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. സത്യത്തിൽ തൊഴിലില്ലാത്തവനാണോ? അത് അവരുടെ മാനദണ്ഡം അതാണ്. ഇപ്പൊ എനിക്കും നിനക്കൊന്നും കിട്ടത്തില്ല, എനിക്കും ശ്രീപ്രിയയ്ക്കും ഒന്നും പോയിക്കാനോ കിട്ടത്തില്ല. കാരണം അവരുടെ മെയിൻ തൊഴിലില്ലായ്മ വേണം. അല്ലെങ്കിൽ 24 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ എന്തെങ്കിലും ഒരു റീസൺ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ എലാബറേറ്റ് സംസാരിക്കാൻ പഠിക്കണം. ഇതൊക്കെയാണ് അവരുടെ യോഗ്യത. ചുരുക്കി പറഞ്ഞ അയൽപക്കത്തിൽ നിന്ന് കുറ്റം പറഞ്ഞ പോലെ പറയാം. അല്ലാതെ പ്രത്യേകിച്ച് അത് ശരിക്കും പറഞ്ഞ ചീഫ് ജസ്റ്റിസ് പാറ്റാന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ പാറ്റകളാന്ന് ഇവിടെ തെളിയിച്ചില്ലേ? ഇതാണ് ജെൻസി, ഇതാണ് ജസ്റ്റ് ജെൻസി തിങ്സ് എന്ന് പറയാം.